ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ മോനൊക്കെ പറഞ്ഞയച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ഞാനിതാ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം കേട്ടോ. സിറ്റ് ഔട്ടിലുള്ള ഇപ്പം നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ തന്നെ നനക്കേണ്ടി വരാറുണ്ട് കേട്ടോ. മറ്റേത് 4 ദിവസത്തിലൊരിക്കലൊക്കെയാണ് നനക്കാറുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, പെട്ടെന്ന് ചെടികളൊക്കെ വാടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു. ഇന്നലെ നനക്കേണ്ടതായിരുന്നു കേട്ടോ, പക്ഷേ ഇന്നലെ വൈകുന്നേരം അങ്ങനെ നനക്കാന്ന് കരുതി അങ്ങനെ പോയി. അപ്പോൾ നനക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു കേട്ടോ. നമുക്ക് മാവുകളൊന്നും പ്രാവശ്യം പൂത്തിട്ടില്ല കേട്ടോ, എന്താ അറിയില്ല. പക്ഷേ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വിയറ്റ്നാം മുരളിമേ കുറച്ച് ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഇടിച്ചക്ക ഇട്ട് ഒഴിവാക്കേണ്ടി വരും, ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട്. ചെറിയ പ്ലാവാകുമ്പോൾ ഒരുപാട് ചക്ക നിർത്തുന്ന പ്ലാവിൻ്റെ ആയുസിന് കേടാണെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ ഇനി കുറച്ച് ഇടിച്ചക്ക ഇട്ടിട്ട് ഒഴിവാക്കുക വേണം. മാവ് പ്രാവശ്യം എന്തോ അറിയില്ല പൂത്തിട്ടേ ഇല്ല. ഈ സമയത്തൊക്കെ മാവ് പൂത്താലാണ് നമുക്ക് മഴ പെയ്യണതിന് മുന്നായിട്ട് മാങ്ങൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാങ്ങക്ക് കേടൊക്കെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ആമസോണിൽ ഞാൻ ഒരു കണ്ടെയ്നർ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോറോസിലിൻ്റെ നെസ്റ്റേഷ്യൻ്റെ പ്രോഡക്റ്റാണ്. ഈ സെയിം നെസ്റ്റേഷ്യൻ്റെ തന്നെ റൗണ്ടിലുള്ളത് എൻ്റെ കയ്യിൽ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴും ഉണ്ട്. ഞാൻ അതിലാണ് കുക്ക് ചെയ്ത ഫുഡൊക്കെ ആക്കി വെക്കാറുള്ളത്. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ബാക്കിയുള്ള ഫുഡ് അങ്ങനെ ഫ്രിഡ്ജൊക്കെ വെക്കുമ്പോഴൊക്കെ കുറച്ച് എന്താ പറയുക സ്പേസ് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റും കൂടി വാങ്ങാൻ കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ. ഇത് സ്ക്വയറാണ്, കുറച്ച് തീരെ സ്പേസ് വേണ്ട ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ. നല്ല നിങ്ങൾക്ക് കണ്ടാലറിയാം കേട്ടോ, നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റാക്കബിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ആദ്യമുള്ള മോഡലിൽ വാഷർ വരുന്ന ലിഡാണ് കേട്ടോ. പക്ഷെ അത് ലീക്ക് പ്രൂഫാണ്. ഇത് വാഷറില്ലാത്ത ലിഡാണ്. ഒരു സിലിക്കോൺ ടച്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ലിഡാണ് കേട്ടോ. ഇതിൽ വലിയത് വന്നിട്ടുള്ളത് 1950 ml ആണ് കേട്ടോ. 50 ml കുറവേ ഉള്ളൂ 2 ലിറ്ററിന്. അതേപോലെ അതിൻ്റെ മീഡിയം സൈസിൽ വന്നിട്ടുള്ളത് 1150 ml, സ്മോൾ സൈസിൽ വന്നിട്ടുള്ളത് 650 ml ആണ് കേട്ടോ. അങ്ങനെ 3 സൈസിലാണ്. നമുക്കൊരു ദിവസം ഉണ്ടാക്കുന്ന കറികൾ ഓരോന്നിലായിട്ട് എടുത്ത് വെക്കാനും നല്ല വൃത്തിയായിട്ട് അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വെക്കാമല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൈക്രോവേവിലേക്ക് ചൂടാക്കാനായിട്ടും വെക്കാം. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. പക്ഷെ ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ലീക്ക് പ്രൂഫാണെന്നാണ്. പക്ഷേ ലീക്ക് പ്രൂഫ് അല്ല കേട്ടോ, ഞാൻ നോക്കി. ഹൈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ഡിഷ് വാഷർ സേഫാണ്, ഫ്രീസർ സേഫാണ്, മൈക്രോവേവ് സേഫാണ്. എയർ ടൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ല കേട്ടോ, എയർ ടൈറ്റ് അല്ല, ഞാൻ നോക്കി. അതേപോലെ തന്നെ ലിഡ് ടോക്സിൻ ഫ്രീ ആണ്, BPA ഫ്രീ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ലിഡാണ്. ഫുഡ് സേഫാണ് കേട്ടോ, 100% ഫുഡ് സേഫാണ്. അങ്ങനെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ലീക്ക് പ്രൂഫ് അല്ല, അത് ഞാൻ നോക്കിയിട്ടോ, വെള്ളം നിറച്ചിട്ട് നോക്കി. ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ കറികളൊക്കെ യാത്രയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കറികളൊന്നും ഒക്കെ ഇതിലെടുക്കാതിരിക്കും നല്ലത്. പക്ഷെ വീട്ടിൽ യൂസ് ചെയ്യാനാവുമ്പോൾ നമുക്ക് ഒക്കെ ഒഴിച്ചു വെക്കട്ടോ. ഇതിപ്പോൾ ഞാൻ കറി വേറെ ആദ്യം വാങ്ങിയ സെറ്റ് ഉണ്ടല്ലോ, അതിലത്തെ ബൗളിലായിരിക്കും ഒഴിച്ചു വെക്കുക. അല്ലാത്ത നമ്മളെ ഉപ്പേരി, മീൻ വറുത്തത്, അങ്ങനെയുള്ള കറികളൊക്കെ നല്ല വൃത്തിയായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പാത്രം ഒഴിവാക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഓവനിൽ വെച്ച് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് ചൂടാക്കാമല്ലോ. രാത്രിയൊക്കെ കഴിക്കണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓവനിൽ അങ്ങനെ തന്നെ വെച്ച് ചൂടാക്കാം. മീൻ കറിയൊക്കെയാണ് ഞാൻ ഇതൊന്ന് കറിച്ചട്ടിയിൽ നിന്ന് ഒഴിവാക്കാതെ വെക്കട്ടോ. മീൻ കറിച്ചട്ടി പിന്നെ നമുക്ക് മൺചട്ടി മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കട്ടോ, പ്രീഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരുക്കത്തിലാട്ടോ. റെസിപ്പി എന്ന് പറയാനൊന്നുമില്ല, അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുട്ടാ. അപ്പോൾ ഈ ഒരു ലുക്കിൽ കിട്ടണമെങ്കിൽ ഞാൻ ആ ട്രൈപോഡ് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ മസാലാസൊക്കെ ഇടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ ചിമ്മിണിയിൽ ഞാൻ ഫിറ്റ് ചെയ്യുന്ന കണ്ടില്ല നിങ്ങൾ, ആ ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാട്ടോ വീഡിയോ എടുക്കുക. അപ്പോൾ 3 അയിലും ചെമ്മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ അയിലും വറുക്കണുണ്ട്, ചെമ്മീനും വറുക്കണുണ്ട്. ചെമ്മീൻ എനിക്കും മോനും മോക്കും ഇവിടെ എൻ്റെ
വലിയ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കാക്കാക്ക് ചെമ്മീൻ ഇഷ്ടമല്ല കേട്ടോ. കഴിക്കൂല എന്നല്ല, പക്ഷെ വലിയ താല്പര്യമില്ല. അപ്പോൾ കാക്കാക്ക് വേണ്ടിയിട്ടാണ് 3 അയിലയും കൂടെ വറുക്കുന്നത് കേട്ടോ. അല്ലാതെ 2 മീൻ വറുക്കാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 മീൻ വറുക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഉണ്ടാക്കണം. അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. കാര്യമായിട്ട് റെസിപ്പി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ വാൾപേപ്പർ ഒട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസിപ്പി കാണിക്കുമ്പോഴൊക്കെ ഒരു ഗ്ലോ ഉണ്ടല്ലോ അല്ലേ. മറ്റേത് കറുത്ത കൗണ്ടർ ടോപ്പ് ഒരു വീഡിയോ ഒക്കെ ഒരു ഇറലായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ഈ വാൾപേപ്പർ ചെയ്യുന്ന വീഡിയോയിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ച കമൻറ്റ് ഒരുപാട് വന്നിരുന്നു കേട്ടോ. നമുക്കിത് വേണ്ട തോന്നിയാൽ റിമൂവ് ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നമുക്ക് വേണ്ട തോന്നിയാൽ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ പോലും നമ്മളെ കൗണ്ടർ ടോപ്പിൽ നിൽക്കൂല കേട്ടോ. റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ പശയും ഒക്കെ ഇങ്ങോട്ട് പോന്നോളും, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ച് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചിട്ട് 2 3 എത്ര മാസം പോകണമെന്ന് വെച്ചെങ്കിൽ അത്രയും പോയിട്ട് പിന്നെ മാറ്റി ഒട്ടിച്ചാലും നമുക്ക് നഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമുക്കങ്ങനെ മാറ്റി കാണാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൗണ്ടർ ടോപ്പ് വൈറ്റ് ആക്കിയത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിച്ചൺ കബോർഡ് വൈറ്റ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും എൻ്റെ കിച്ചൺ റാക്കാണ് കാണുന്നത്. അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പ് ബ്ലാക്കും മറ്റോടെ വൈറ്റ് ആക്കിയതുകൊണ്ട് എനിക്കൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതിപ്പോൾ റാക്ക് വൈറ്റ് ആക്കിയ കാരണം നല്ല വീഡിയോസിനൊക്കെ നല്ല ക്ലാരിറ്റിയും നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അഭിപ്രായവും നിങ്ങൾ പറയണേ. യൂസ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ കത്തി കൊണ്ട് വരക്കുക കരുതി കുട്ടിയൊക്കെ കോറി മന്തിയൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവും. അതല്ലാതെ സാധാരണ രീതിക്കൊക്കെ നമ്മളിങ്ങനെ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പൊതുവായിട്ട് എല്ലായിടത്തും മോഡുലാർ കിച്ചണ് സ്ലാബ് വാർക്കുന്നതല്ല, അങ്ങനെ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ സ്ലാബ് ഇടുന്നതാണല്ലോ ഫ്രെയിമിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതുമ്മ വെച്ചൊന്നും വെട്ടൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ശീലിച്ചവരല്ലേ നമ്മളൊക്കെ. അപ്പോൾ പിന്നെ ആ ഒരു ജോലികളൊന്നും ഇതുമല്ലും ചെയ്യൂലല്ലോ. അപ്പം അങ്ങനെ ഈട് പോയിക്കോളും എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ചെമ്മീനും കൂടെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. ചെമ്മീനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാറില്ല കേട്ടോ. ചെമ്മീൻ വറുക്കുമ്പോൾ ഒരുപാട് കറിവേപ്പില ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കിവിടെ കറിവേപ്പില തീരെ കുറവാണ്. എൻ്റെ കറിവേപ്പില തൈയിൻ്റെ അവസ്ഥ വളരെ ഷോക്കാണ് കേട്ടോ. ഇപ്പോൾ വേറൊരു തയ്യ് വാങ്ങി വെച്ച് നല്ലോണം വളർത്തിട്ടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ചെമ്മീനൊന്ന് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഉള്ളതൊക്കെ പറിച്ച് കൊണ്ടുവന്നാട്ടെ. ഞാൻ നല്ല ഇലയൊന്നുമല്ല, നല്ല ഇലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് കിട്ടൂലല്ലോ. പിന്നെ ആദ്യമൊക്കെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എടുത്തുകൊണ്ടുവരുന്നു ഒരുപാട്. ഇപ്പോൾ എപ്പോഴെങ്കിലും അല്ലേ പോവല്. അതുകൊണ്ട് ഞാൻ മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറ് തന്നെയാണ് പതിവ്. ഇനിയിപ്പോൾ ഇത് ഒരുമിച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണം കേട്ടോ. ഞാൻ തോരനുള്ള ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ ഒരുമിച്ച് അങ്ങോട്ട് കുക്ക് ചെയ്തിട്ട് ഒറ്റയടിക്ക് പണി തീർത്താണ്ട് അകത്തേക്ക് പോകാമല്ലോ. അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ റൈസ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറുള്ളത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റൈസ് കുക്കർക്ക് വെക്കട്ടെ. കറികളൊക്കെ ആയി ഒരു 3/4 മണിക്കൂറാകുമ്പോഴേക്കും ചോറ് റെഡിയാവും കേട്ടോ. പൊന്നി റൈസാണ്. അപ്പോൾ പിന്നെ അധികം വേവുമില്ല, പക്ഷെ അങ്ങനെ വെന്ത് കുഴഞ്ഞു പോണ റൈസും അല്ല കേട്ടോ. നല്ല റൈസാണ്. ചോറ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് തിളപ്പിച്ചെടുക്കാനും ഒക്കെ പറ്റും, കേടാവൊന്നുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ ഇറക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നിച്ച് എല്ലാ ഹോബിലും കൂടെ ഇത് വെച്ചിട്ട് പാൻ വെച്ചിട്ട് ഒറ്റ നൃത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേഗം പണിയാണ്ട് തീരുമല്ലോ. ചെമ്മീനൊന്ന് മൂടിയിട്ടിട്ട് വേണം പിന്നെ ചിക്കിയിട്ടിട്ട് വറുക്കാൻ കേട്ടോ. അപ്പോൾ ചെമ്മീൻ ലിഡ് ഇടാൻ പറ്റിയ ഒരു പാൻ വെക്കുന്നുണ്ട്. അയില വറുക്കാൻ അതിന് പാകമുള്ള ഒരു പാൻ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനും എടുത്തിട്ട് വെക്കും കേട്ടോ. ഈ ചെമ്മീൻ ഞാൻ മസാല തേച്ച് വെച്ച ബൗളുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ നെസ്റ്റേഷ്യൻ്റെ റൗണ്ടായിട്ടുള്ള കണ്ടെയ്നേഴ്സ്. അത് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ കറികളാക്കി വെക്കാറുള്ളത്. അപ്പോൾ അത് കുറച്ചൊരു മറ്റേത് നിങ്ങൾ കണ്ടല്ലോ, കുറച്ചും കൂടെ ഒരു സ്ഥലം കുറച്ചായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ്.
അപ്പോൾ ഞാൻ എല്ലാ കറികളും ഞാൻ സാധാരണ ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കി വെക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ രാത്രി അത് കഴിക്കണമെങ്കിൽ ആ പാത്രത്തോടൊക്കെ അങ്ങോട്ട് ഓവനിലേക്ക് വെച്ച് ചൂടാക്കിയാലും മതി. അപ്പോൾ ഒന്നുകൂടി വൃത്തിയിൽ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ടോ വേറെ വാങ്ങിയത്. പിന്നെ ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കൽ വളരെ കുറവാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ബൗൾസും ഇതൊക്കെ കറികളൊക്കെ ഒഴിച്ച് മൂടി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അത് ഉപയോഗിക്കൽ വളരെ കുറവാണ്. പൊട്ടുന്ന പാത്രങ്ങളാണെന്ന് എഴുതിയിട്ട് ഇന്ത്യക്ക് അങ്ങനെ പൊട്ടാറൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാലമായിട്ട് വാങ്ങിയിട്ട്. ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെയൊക്കെ വാങ്ങിയതാണ്. 8 വർഷം ഒക്കെ ആയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതാ ചെമ്മീൻ ഒന്ന് എണ്ണയിലിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടിയിട്ടിട്ട് വേവിക്കട്ടെ. 1 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിച്ചിട്ട് പിന്നെ ചിക്കിയിട്ട് വേവിക്കാം. അതായിരിക്കും നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും, നല്ലോണം വെന്തും കിട്ടുമല്ലോ. മാജിക്ക് നല്ല ഇഷ്ടമാട്ടോ ചെമ്മീൻ. അതാണ് ഞാൻ എരിവ് കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനും ചോറും കൂടെ. മാജിക്കും ജിയക്കും മുനിക്കിനൊക്കെ ഇഷ്ടമാട്ടോ ചെമ്മീൻ. ഇവിടെ കാക്കാക്ക് മാത്രമാണ് ചെമ്മീൻ വലിയ ഇഷ്ടമില്ലാത്തത്. ചെമ്മീൻ ആൾ പറയും ടേസ്റ്റിനേക്കാൾ ഇഷ്ടമില്ല അതിൻ്റെ സ്മെല്ലാണെന്ന്. ചെമ്മീൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ല എന്നാണ് പറയാം. എന്താ എനിക്കറിയില്ല. ഏതായാലും ഇനിയിപ്പോൾ സ്പ്രിംഗ് ഓനിയൻ്റെ തോരനും കൂടി ഉണ്ടാക്കട്ടെ. അത് കടുകിട്ടിട്ട് ഇളക്കിയിട്ട് ചമ്മന്തി ഒതുക്കിയിട്ടിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു താളിപ്പും കൂടി ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. രാവിലത്തെ കറി കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചിരങ്ങ് താളിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അത് ചെയ്തില്ല കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അകത്തേക്ക് പോയപ്പോൾ കാക്ക വന്നു. പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് മതി ഇനി എന്നും പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്കും ഇത് തന്നെ ഉണ്ടാവും കറി. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കട്ടോ. വീഡിയോയിലുള്ള എന്താണോ ഉള്ളത് അതിൻ്റെ സംശയങ്ങളും അഭിപ്രായങ്ങളും മാത്രമല്ല, നിങ്ങൾക്ക് ഒക്കെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് കാലമായി. ഒന്നുമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് എന്നും തുടക്കണം, അല്ലെങ്കിൽ ശ്വാസം മുട്ടും, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാട്ടോ. തുമ്മലും ശ്വാസം മുട്ടും അലർജിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് കൂടുതലായി ഈ ഒരു സമയമാകുമ്പോൾ. അപ്പോൾ സമയം തീരെ കുറവാണ്. പിന്നെ എൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് വേണ്ടി എന്തെങ്കിലും തയ്ക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അല്ലാതെ വീഡിയോ എടുക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങി തയ്ക്കുക, അല്ലെങ്കിൽ ആരെന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കണവരൊക്കെ ആണെങ്കിൽ പിന്നെ എന്നും തയ്ക്കാനുണ്ടാവും. അപ്പം പിന്നെ അതന്നെ എടുത്തുകൊണ്ടിരിക്കുക. ഇതങ്ങനെയല്ലല്ലോ, എനിക്ക് വേണ്ടി എന്തെങ്കിലും തയ്ക്കുമ്പോഴല്ലേ ഞാൻ എടുക്കുന്നത്. എന്നാലും എന്താ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ ഇടും കേട്ടോ, ഇടയ്ക്കൊന്നും ഇടാം. ഇതിന് ഇടയ്ക്കൊന്നും ഇട്ടിട്ട് തീരെ വ്യൂസ് ഉണ്ടായില്ല കേട്ടോ. അതുവരെ എല്ലാവരും സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തീരെ മൂവിങ് ഉണ്ടായില്ല കേട്ടോ. ഏതായാലും ഇൻഷാല്ല സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം കൂടെ അങ്ങനെ ആയിട്ട് ഒരു അവിയൽ പരുവത്തിൽ അങ്ങനെ പോകും. സ്റ്റിച്ചിങ്ങും ഗാർഡനിങ്ങും മേക്ക് ഓവറും ഒക്കെ കൂടായിട്ട് അല്ലേ. ഇനിയിപ്പോൾ റംസാൻ ആവുമ്പോൾ റംസാൻ കുക്കിങ്ങും റംസാൻ തുടങ്ങുമ്പോഴുള്ള ക്ലീനിങ്ങും ഒക്കെ കൂടായിട്ട് അങ്ങനെ ഉണ്ടാവും. ഒക്കെ ഇൻഷാല്ല നമുക്ക് വീഡിയോ ഇടണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ പുതിയ കണ്ടെയ്നേഴ്സ് കാണട്ടെ, മാറ്റി വെക്കണം, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മളെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അടുക്കൻ ചട്ടിയിൽ വെക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. വലിയ വലിയ പാത്രങ്ങൾ ഇങ്ങനെ റാക്കിൽ അടുക്കി വെക്കാതെ ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാൻ പറ്റിയാൽ നമുക്ക് കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ടുള്ള ഉദ്ദേശം ചൂടാക്കാൻ വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. അതോടെ തന്നെ നമുക്ക് മൈക്രോവേവ് വെക്കുകയും ചെയ്യാം. അതിൽ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ച് പിറ്റേ ദിവസം അങ്ങനെ തന്നെ എടുത്ത് വെച്ച് ചൂടാക്കുകയും ചെയ്യട്ടെ. അപ്പോൾ പാത്രം കഴുകാനും കുറേ ലാഭമല്ലേ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വാങ്ങിയത്. ഞാൻ ആ റൗണ്ട് ഷേപ്പിലുള്ളതിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലമാണ് അതിന്, ഫ്രിഡ്ജൊക്കെ മാറ്റി വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാവുമ്പോൾ കുറച്ച് സ്ഥലം മതിയല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇത് വാങ്ങിയതാട്ടോ. അപ്പം ഇന്നിതാ കറികളൊക്കെ അതിലാക്കി വെക്കാം നമുക്ക്. ഒക്കെ ഞാൻ കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന്. യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് കാണുന്നവർ സ്ഥിരം എപ്പോഴും കാണുമല്ലോ ഇനിയിപ്പോൾ. അപ്പോൾ നിങ്ങൾക്കറിയാം. ലിഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ലീക്ക് പ്രൂഫ് അല്ലെങ്കിലും ഒരു സിലിക്കോൺ ടച്ചുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കേട്ടോ. നല്ല
നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല പ്ലാസ്റ്റിക് ആട്ടോ. അപ്പോൾ ഇതാ അയില റെഡി ആയിട്ടോ. ചെമ്മീൻ ഒന്നും കൂടി കിടന്ന് മുരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. ചെമ്മീൻ അയിലിനേക്കാളും കുറച്ചും കൂടി വേവുള്ള സാധനമാണല്ലോ. അപ്പോൾ അതാ അയില റെഡിയായി. അതാ നമ്മൾ ഈ പാത്രത്തേക്ക് മാറ്റി. ഫിഷൊക്കെ നല്ല നീളത്തിൽ തന്നെ വെക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ ബൗളായപ്പോൾ. മറ്റേതാകുമ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഫിഷ് ഞാൻ വേറെ തന്നെ വെക്കലായിരുന്നു. ഇതിപ്പോൾ ഫിഷൊക്കെ വറുത്താൽ ഇങ്ങനെ തന്നെ വെക്കാം. എനിക്ക് അയില എപ്പോഴും ഇങ്ങനെ നീളത്തിൽ വറുക്കണം ഇഷ്ടട്ടാ. അതേപോലെ തന്നെ ഭയങ്കര സൈസുള്ള അയില ഉണ്ടല്ലോ, അത് എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇവർ കൊണ്ടുപോകുമ്പോൾ പറയും ഒരു മീഡിയം സൈസുള്ള അയില കൊണ്ടുവന്നാൽ മതി എന്ന് പറയട്ടെ. ഞാൻ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്, അതാണ് ജനലക്കടയുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതാ തോരനും റെഡിയായി. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ മറ്റേ കണ്ടെയ്നർക്കും കൂടി ഒഴിച്ച് വെച്ചാൽ ഒക്കെ അവിടെ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. കറി നമുക്ക് ആ റൗണ്ടിനുള്ള കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കാം. അത് പിന്നെ കറി നമ്മൾ വിളമ്പുമ്പോഴും നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയെടുക്കാനും സുഖം കുറച്ച് ഡീപ്പായിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കും. ഇതൊക്കെ പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുന്ന സംഗതിയല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള പാത്രങ്ങളായിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ ഇതാ ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് പാത്രത്തിൽ ഒഴിവാക്കിയിട്ട് അടിപൊളിയായി ഒതുക്കി പെറുക്കി വെക്കട്ടോ. നിങ്ങൾക്ക് കാണാം എത്ര കുറച്ച് സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട്. കൗണ്ടർ ടോപ്പിൽ ഫുഡ് ഇരിക്കണ കണ്ടാലും ഒരു വൃത്തിയേടില്ലാത്ത രീതിയിൽ ആയിരിക്കും കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. വീണ്ടും ഒരു വ്ളോഗ് ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.